മനസ്സിലായോ? നീ ഇയാൾ പറയാത്തൊരു പത്രം എന്താ? കേരള കൗമുദി. ഇയാൾ പറഞ്ഞിട്ടില്ലല്ലോ. അന്നിറങ്ങിയ കേരള കൗമുദി പത്രാണിത്. ഈ പത്രത്തിലും വിശദമായ വാർത്ത അതേമാതിരി ഇതിനേക്കാളും കുറച്ചുകൂടി വിശദമായി. ഞാൻ സമയം കുറവുകൊണ്ട് വായിക്കുന്നില്ല. കോപ്പിയോടെ കൊടുക്കും. സഖാവെ കോപ്പി എടുത്തിട്ട് ഒന്ന് വിതരണം ചെയ്യണം. മനസ്സിലായോ? പിന്നെ ഇയാൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? UK കുഞ്ഞിരാമൻ മരിച്ചതിന് ശേഷം നിയമസഭാ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ കൂത്തുപറമ്പിന്റെ MLA ആയിരുന്ന പിണറായി വിജയൻ പിന്നെ തലശ്ശേരി കലാപത്തെ കുറിച്ച് പറഞ്ഞെങ്കിലും UK കുഞ്ഞിരാമനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല. ഞാൻ നിയമസഭയിലെ സകല രേഖകളും എടുത്ത് പരിശോധിച്ചു. ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു ലീഗും കോൺഗ്രസും ഒക്കെ ഇങ്ങനെ അടിച്ചാണ്. സകല രേഖകളും എടുത്ത് ഞാൻ പരിശോധിച്ചു. എന്റെ പേരിൽ ഞാൻ സംശയം കേസ് കൊടുക്കട്ടെ. കേരള നിയമസഭയിലെ അസംബ്ലിയുടെ രേഖയാണിത്. അസംബ്ലിയുടെ രേഖ. സംശയം ഉണ്ടെങ്കിൽ ആർക്കും കേസ് കൊടുക്കാം. ഞാനിതാ പരസ്യമായി വെല്ലുവിളിക്കുന്നു. സംശയം കേരള നിയമസഭ എല്ലാവരും കേസ് കൊടുക്കട്ടെ. പടന്നയിലെ പൊതുയോഗത്തിൽ CPM-ന്റെ പ്രസംഗിയനായ നാസർ കൊളായി കള്ളരേഖ കൊണ്ടുവന്നു. നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് അടിച്ച സാധന. ഇതിലെന്താ പറയുന്നത്? MV രാഘവന്റെ ചോദ്യം: തലശ്ശേരി വർഗീയ ലഹളയിൽപ്പെട്ട് UK കുഞ്ഞിരാമൻ മരിച്ചിട്ടുള്ളതായി ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ? കരുണാകരൻ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. അടുത്ത ചോദ്യാർത്ഥി അറിയോ? പിണറായി വിജയൻ. എന്താ പിണറായി വിജയൻ ചോദിക്കുന്നത്? ഒരു കൂട്ടം കലാപകാരികളാണ് UK കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കരുണാകരന്റെ മറുപടി: കുഞ്ഞിരാമന്റെ മരണത്തെ സംബന്ധിച്ച് ഒരു കേസ് നിലവിലിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആരാണ് എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്നെല്ലാം പറയുന്നത് ശരിയല്ല. വീണ്ടും പിണറായി വിജയൻ: ഒരു കൂട്ടം കലാപകാരികളുടെ പേരിലാണ് കുഞ്ഞിരാമനെ കൊന്ന കേസ് നിലവിലുള്ളതെന്ന് അറിയാമോ? കരുണാകരന്റെ മറുപടി: ഏതു തരത്തിൽപ്പെട്ട പ്രതികളാണെന്നതിന് പ്രത്യേക നോട്ടീസ് വേണം. അടുത്ത ചോദ്യം: CBC വാര്യർ UK കുഞ്ഞിരാമന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? കരുണാകരന്റെ മറുപടി: അത് തീരുമാനിച്ചിട്ടില്ല. പിന്നെ പുരുഷോത്തമപിള്ള, പുരുഷോത്തമപിള്ള കൊല്ലത്തുള്ള MLA, അവരൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ നാട്ടിൽ ഷാജി അടക്കമുള്ളവർ പച്ച കള്ളം പറയല്ലേ? PT തോമസ് പച്ച കള്ളം പറയല്ലേ? ഇത് രേഖയാണ്. മറ്റം പറഞ്ഞ ശങ്കരാടിന്റെ രേഖ അല്ല. മനസ്സിലായി നിങ്ങൾക്ക്? അന്നത്തെ നിയമസഭാ രേഖ കഴിഞ്ഞില്ല. അന്ന് UK കുഞ്ഞിരാമൻ മരിച്ചപ്പോ അനുശോചന യോഗം ചേർന്ന് തൊട്ടടുത്ത മദ്രസേന്ന് ആ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത മനുഷ്യന്റെ പേര് KP അബുട്ടി, കോൺഗ്രസിന്റെ നേതാവ്. അവിടെ ഒരു സഹകരണ സംഘം, നാണയ സംഘം എന്തോന്ന് പറയണ്ടല്ലോ പഴയ കാലത്ത് അല്ലേ? നാണയ ഐക്യനാണ്. ആ സംഘത്തിൽ 9 പേരാ ഡയറക്ടർമാർ, 8 പേര് കോൺഗ്രസ്, ഒരാള് മാത്രം CPM-ന്റെ കുഞ്ഞിരാമൻ. ആൾ അത്രയും വിശ്വസ്തനാണ്. ആ യോഗത്തിൽ പങ്കെടുത്ത PK അബ്ദുറഹ്മാൻ, ലീഗിന്റെ അനുഭാവി. ഇത് അനുശോചന യോഗമാണ് മദ്രസയിൽ വെച്ച് ചേർന്ന്. എന്നിട്ട് ഇത് പറഞ്ഞാൽ അവർ അംഗീകരിക്കും? നാട്ടിൽ ഇങ്ങനെ പ്രസംഗിക്കുക, ഷാജി ഇങ്ങനെ പ്രസംഗിക്കുക, ലീഗുകാർ കയ്യടി. എന്താണ്? കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പറയും തലശ്ശേരി കലാപം, കള്ള് ഷാപ്പിൽ കള്ള് കുടിച്ച് മരിച്ച. നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യൻ ബലങ്ങത്ത് ചിന്തിച്ചു വരും. മുസ്ലിമിന്റെ പള്ളി സംരക്ഷിക്കാൻ ജന്മം കൊണ്ട് ഹിന്ദുവായ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ മരിച്ചു. എന്നിട്ട് അയാളെ വളരെ നിന്ദ്യനാക്കി ഈ സമുദായത്തിന്റെ പേരുള്ള ചില പാർട്ടിന്റെ ആൾക്കാർ പറയാണ് അയാൾ കള്ളിഷാപ്പിൽ നിന്ന് മരിച്ചു പോയതാണ്. BJP-ക്കാർക്ക് എന്ത് സുഖണ്ട്? സകല ഹിന്ദുവിന്റെ അടുത്ത് പോയിട്ട് ഓര് പറയില്ലേ? ഇത് നോക്ക്, മുസ്ലിങ്ങൾക്ക് പള്ളിന്റെ കാവൽ എന്നിട്ട് ആ കുഞ്ഞിരാമൻ മരിച്ചു. എന്നിട്ടോ ഈ പള്ളിന്റെ പാർട്ടിന്റെ ആൾക്കാർ പറയാണ് കുഞ്ഞിരാമൻ കള്ളിഷാപ്പ് എന്നാ മരിച്ചേ, കുത്തി കൊടുക്കി കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് പറഞ്ഞാൽ എന്താവും? BJP-ക്ക് ആള് കൂടും. ഒരു പരസ്പര സഹകരണ സംഘാണ്. പരസ്പര സഹകരണ സംഘാണ്. ഞാനിപ്പോ ഇവിടെ ഈ പള്ളി തന്നെ ആരുണ്ടാക്കി? ഈ പള്ളിക്ക് എത്ര പയക്കുണ്ടാവും സഖാവ്? എത്ര കൊല്ലത്തെ പയക്കുണ്ടാവും? എനിക്ക് ഓർമ്മയില്ല. എത്ര പള്ളികൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞൂടാ. ഇവിടെ 2 or 3 പള്ളിയിലെ ബാങ്ക് കേട്ടു. അപ്പൊ എനിക്ക് കുറച്ചൊരു അഭിമാനം തോന്നി. ഞാൻ സഖാവുകളോട് പറഞ്ഞു, ഇവിടെ 3 പള്ളിയിലെ ബാങ്കല്ലേ എടുക്കുള്ളൂ. നിങ്ങൾ എന്റെ കൊടിയത്തൂർ അങ്ങാടി വന്ന 5 പള്ളിയാ. AP, EK, മുജാഹിദ്, ജമാഅത്ത്, പ്രവാചകന് ശേഷം നബി ഉണ്ട് എന്ന് പറഞ്ഞ അഹമ്മദിയാക്കളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അവർക്ക് ഖബർസ്ഥാൻ വരെ ഉണ്ട്. 5 പള്ളിയാ. പള്ളികൾ ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിൽ, മദ്രസകൾ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരിക്കലും പ്രസംഗിച്ചു പോയതാ, ആവർത്തിക്കുന്നില്ല. പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോവാ. എങ്ങനെ പള്ളികൾ ഉണ്ടായത്? എങ്ങനെ പള്ളി ഉണ്ടായത്? മലബാറിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം 1921 പിന്നെ മലബാർ കലാപം. അന്ന് 21 നമ്മൾ ഇമ്മലയാളത്തിന് ഒത്തുചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏത്